ഹായ്, വെൽക്കം ടു ആർഎസ് ആസ്ട്രോലൈൻ. ധനുരാശിക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത്. കിങ് ഓഫ് കപ്സ്, ഹാങ്ഡ് മാൻ, 6 ഓഫ് കപ്സ്. നിങ്ങൾ ഇമോഷണലി ഫുൾഫിൽഡ് ആണ്. നിങ്ങൾക്ക് വളരെ ഇൻറ്റ്യൂഷൻ പവർ ഉള്ളൊരു വ്യക്തിയാണ്, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എല്ലാ രീതിയിലും നിങ്ങൾ ഒരു നല്ല സ്റ്റാറ്റസിൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. റീസെൻ്റ്ലി നിങ്ങൾ അല്പം ചിന്തയിലായിരുന്നു ഒരു വ്യക്തിയെക്കുറിച്ച്. മേ ബി ഒരു വിർഗോ പേഴ്സൺ, ഒരു കന്നിരാശിയിലുള്ള ഒരു വ്യക്തി, അതല്ലെങ്കിൽ ഒരു പഴയ സുഹൃത്ത്, ചെറുപ്പം തൊട്ടുള്ള ഒരു സുഹൃത്ത്, അതല്ലെങ്കിൽ നിങ്ങൾ റീസെൻ്റ്ലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടിയ ഒരു വ്യക്തി. ഏത് രീതിയിൽ ഇമോഷണലായിട്ട് വളരെ അറ്റാച്ച്ഡ്, ഇതൊന്നും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരു വ്യക്തി, ബന്ധു, ഏതെങ്കിലും സഹോദരങ്ങൾ, മക്കൾ, അമ്മയും അച്ഛനും എല്ലാം ഇമോഷണൽ നമുക്ക് റിലേഷനുള്ളവരാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരോരായിട്ട് നിങ്ങൾക്കൊരു കൂടിക്കാഴ്ച ഉടനെ ഉണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന നാട്ടിൽ വരുന്നു, സ്വന്തക്കാരെ കാണുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരെ കാണുന്നു, പഴയ സുഹൃത്തിനെ കാണുന്നു, സ്നേഹിച്ച വ്യക്തിയെ കാണുന്നു. ഏതെങ്കിലും രീതിയിൽ ഒരു അവസ്ഥ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുന്നുണ്ട്. ഏഞ്ചൽ പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് കമ്മിങ്. ഈ ഓപ്പർച്യൂണിറ്റി ബിസിനസ് വൈസ് ആയാലും കരിയർ വൈസ് ആയാലും അതല്ലെങ്കിൽ ഇമോഷണൽ വൈസ് ആയാലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ദൈവം തുറന്നു തരുന്നുണ്ട്. ഈ സമയത്ത് കോസ്മിക് ഗിഫ്റ്റാണ്. ദൈവവും നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് ദൈവം തരുന്നതാണ്. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ്, സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള പേഴ്സണാണ്. നിങ്ങൾ ദൈവത്തോട് പ്രയർ ചെയ്ത് നിങ്ങളുടെ വിഷമങ്ങൾ ദൈവത്തോട് അറിയിക്കാറുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നു. നിങ്ങളുടെ വിഷമങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ആ വിഷമങ്ങളിൽ നിന്ന് നിങ്ങളെ മുക്തനാക്കാനായിട്ട് ഒരു സിറ്റുവേഷൻ ദൈവം ഒരുക്കി തരുന്നു. മെഡിറ്റേഷൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. പുതിയ കൊച്ചു പ്രോഗ്രാമും കാര്യങ്ങളും തുടക്കമിടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കത് മെഡിറ്റേഷനിലൂടെയും പിന്നെ പ്രവൃത്തിയിലൂടെയും നിങ്ങൾക്കത് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അട്രാക്റ്റിംഗ്, നിങ്ങൾ വളരെ ഈ ദൈവം തരുന്നതിനൊക്കെ നന്ദി പറയുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ വളരെ ഭഗവാനോട് അടുത്തിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സക്സസ്സിന് നിങ്ങൾ ദൈവത്തിന് എപ്പോഴും നന്ദി പറയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് കാർഡ് പറയുന്നത്. ഹൗസസിൽ 12th കാർഡ് കിട്ടിയിട്ടുണ്ട്. 12th കാർഡ് സ്പിരിച്വലി അവേക്കൻ്റെ കാർഡ് തന്നെയാണ്. സ്പിരിച്വലി ദൈവത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് രണ്ടാമത്തെ കാർഡാണ് 12th നമ്പർ കിട്ടിയിരിക്കുന്നത്. 6 ഓഫ് കപ്സും 12th കാർഡാണ്. ഹാങ്ഡ് മാനും 12th കാർഡാണ്. നല്ല സ്പിരിച്വലി മെഡിറ്റേഷനും കാര്യങ്ങളിലും നല്ലതാണ് ഏർപ്പെടുന്നത്. നിങ്ങൾക്കത് വളരെ ഗുണകരമായിട്ട് തന്നെ ഭാവിയിൽ നല്ല ഗുണങ്ങൾ തന്നെ തരും. ഓൾ ദി ബെസ്റ്റ്.